தேர்தல் அறிவிக்கப்படுவதற்கு முன்பாகவே மாண்புமிகு எதிர்க்கட்சி தலைவர் தோல்வியை ஒப்புக்கொண்டு விட்டார். கேட்டதுக்கு மட்டும்தான் பதில். ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളുമെല്ലാം അനായാസേന കൈകാര്യം ചെയ്ത് തമിഴ് സിനിമയുടെ ഒരു കാലഘട്ടം അടക്കി വാണ താരരാജാവാണ് വിട പറഞ്ഞിരിക്കുന്നത്. പ്രതിനായകനായി തുടങ്ങി 150-ൽ പരം സിനിമകളിലൂടെ നീണ്ടകാലം തെന്നിന്ത്യയെ മുഴുവൻ ത്രസിപ്പിച്ച വിജയകാന്ത്. രജനീകാന്തും കമൽഹാസനും ആധിപത്യം പുലർത്തിയ കാലഘട്ടത്തിൽ തന്നെ തമിഴ് വ്യവസായത്തിൽ സ്വന്തമായൊരിടവും ആരാധക വൃന്ദവും വിജയകാന്തിനുണ്ടായിരുന്നു. 1980കളിലും 90കളിലും തമിഴ് സിനിമയുടെ മുഖം രജനി, കമൽ, വിജയകാന്ത് ത്രയമായിരുന്നു. തമിഴ് ചലച്ചിത്ര വ്യവസായത്തെയും നടികർ സംഘത്തെയും ദേശീയ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ നിർണായക പങ്കാണ് വിജയകാന്ത് വഹിച്ചത്. തമിഴ് സിനിമയിൽ 40 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കിയാണ് താരം വിട പറയുന്നത്. എം എ കാജയുടെ ഇനിക്കും ഇളമ എന്ന ചിത്രത്തിലൂടെയാണ് വിജയകാന്തിന്റെ അരങ്ങേറ്റം. പ്രതിനായക വേഷത്തിലായിരുന്നു തുടക്കം. ആദ്യ സിനിമകളിൽ പരാജയങ്ങൾ രുചിച്ചെങ്കിലും കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത അദ്ദേഹത്തെ വേറിട്ടു നിർത്തി. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയുടെ ഭാഗമായ ദൂരത്ത് ഇടിമുഴക്കം അദ്ദേഹത്തെ മുൻനിരയിലെത്തിച്ചു. എസ് എ ചന്ദ്രശേഖറിന്റെ സട്ടമൊരു ഇരുട്ടറയിലൂടെ തമിഴ് സിനിമയിൽ ശക്തമായ സാന്നിധ്യമായി. വിജയകാന്തിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു 1981 പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറൈ. സംവിധായകനും നടൻ വിജയുടെ പിതാവുമായ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയകാന്തിന്റെ സഹോദരനായി വിജയ് അഭിനയിച്ചിട്ടുണ്ട്. വിജയകാന്ത് എന്ന നടനൊപ്പം അഭിനയിച്ചതിന് ശേഷമാണ് ജനങ്ങൾക്കിടയിൽ താൻ അറിയപ്പെടാൻ തുടങ്ങിയതെന്നും മറ്റൊരു നടനും സാധിക്കാത്ത ഒരു പവർ അദ്ദേഹത്തിനുണ്ടെന്നും ഒരിക്കൽ ദളപതി വിജയ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സട്ടം ഒരു ഇരുട്ടറൈ വിജയകാന്തിന് കരിയർ ബ്രേക്ക് നൽകി. പിന്നീട് അദ്ദേഹം അഭിനയിച്ച മ്യൂസിക്കൽ ഡ്രാമ സാച്ചി, 100ാவது നാൾ, കൃഷിക്കാരൻ, നാനേ രാജ നാനേ മന്ദിരി, വൈദേഹി കാത്തിരുന്നാൾ, പുലൻ വിസാരണ തുടങ്ങി പല സിനിമകളും വിജയം കൊയ്തു. വിജയകാന്തിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വർഷമായിരുന്നു 1984. 18 റിലീസുകളാണ് ആ വർഷം താരത്തിനുണ്ടായിരുന്നത്. ടൈഗർ പ്രഭാകറിനൊപ്പം തമിഴ് സിനിമയിലെ ആദ്യത്തെ 3D ചിത്രമായ ആനൈ ഭൂമിയിൽ വിജയകാന്ത് നായകനായി. 1986 ആർ സുന്ദർരാജന്റെ സംവിധാനത്തിലൊരുങ്ങിയ അമ്മൻ കോവിൽ കീഴ്ക്കാലയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ്. ചിത്രത്തിലെ ചിന്നമണിയായുള്ള അഭിനയത്തിന് മികച്ച നടനുള്ള ആദ്യ ഫിലിം ഫെയർ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ സിനിമ തിയേറ്ററിൽ നിർത്താതെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചത് 120 ദിവസത്തിനും മേലെയാണ്. എന്നാൽ ഈ 120 ദിവസമൊക്കെ എന്ത് എന്ന് കാണിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ന ഗൗണ്ടർ എന്ന ചിത്രം. 250 ദിവസമാണ് സിനിമ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. 1990കളിൽ ദേശസ്നേഹം പ്രമേയമാക്കിയുള്ള നിരവധി സിനിമകളിലാണ് വിജയകാന്ത് അഭിനയിച്ചത്. ആ ചിത്രങ്ങൾ അത്രയും തമിഴ്നാട്ടിൽ സാമ്പത്തിക വിജയങ്ങളുമായി. രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന്റെ തുടക്കമായാണ് വിജയകാന്തിന്റെ ഈ തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തപ്പെട്ടത്. കരിയറിലുടനീളം നഗര ഗ്രാമീണ പ്രേക്ഷകരെ ഒരുപോലെ ആകർഷിക്കുന്ന ദേശഭക്തിയും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രങ്ങളും അങ്ങനെ വിജയകാന്ത് സിനിമകളുടെ പ്രത്യേകതയായി. എല്ലാ സൂപ്പർ നായകന്മാർക്കും അവരുടെ 100ാം ചിത്രം ഒരു സാധാരണ സിനിമയാകരുതെന്നത് സ്വപ്നമാണെങ്കിലും അത് സാധിച്ചെടുക്കുക എളുപ്പമല്ലല്ലോ. എന്നാൽ ഈ അപൂർവതയും വിജയകാന്ത് നേടിയെടുത്തു. വിജയകാന്തിന്റെ 100ാം ചിത്രം ക്യാപ്റ്റൻ പ്രഭാകരനിലെ ചേസിംഗ് സീക്വൻസുകളും മറ്റും പ്രേക്ഷകരിന്നും രോമാഞ്ചത്തോടെ മാത്രം ഓർത്തെടുക്കുന്നതാണ്. മൻസൂർ അലിഖാൻ അവതരിപ്പിച്ച ഭീകരനായ കൊള്ളക്കാരൻ വീരഭദ്രനെ പിടികൂടാൻ ചുമതലയുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ തലവനാണ് ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന വിജയകാന്ത് കഥാപാത്രം. RK സെൽവമണി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. വിജയകാന്തിന്റെ 100ാം ചിത്രം എന്നത് ആ വിജയത്തെ കൂടുതൽ പ്രധാനപ്പെട്ടതാക്കി. 100ാം ചിത്രത്തിന്റെ ഗംഭീര വിജയത്തോടെ ക്യാപ്റ്റൻ എന്ന തലക്കെട്ട് വിജയകാന്തിന്റെ കൂടെ കൂടി.
അങ്ങനെ വിജയകാന്ത് ആരാധകർക്കും തമിഴ് സിനിമയ്ക്കും ക്യാപ്റ്റനായി മാറി. അദ്ദേഹത്തിന്റെ ഇളയ മകന് വിജയപ്രഭാകരൻ എന്ന പേര് നൽകിയതും ഈ സിനിമയുടെ മധുരമുള്ള ഓർമ്മയാണ്. ഗംഭീര വിജയങ്ങളുടെ പട്ടികയിലെ പേരുകളിൽ പിന്നെയും വിജയകാന്ത് ചിത്രങ്ങളുണ്ടായി. പുതിയ താരോദയങ്ങൾ കണ്ട 90കളുടെ അവസാനത്തിലും 2000-ലുമെല്ലാം വിജയകാന്ത് സിനിമകളുടെ വിജയം തമിഴ്നാട്ടിൽ സുനിശ്ചിതമായിരുന്നു. 2000-ൽ പുറത്തിറങ്ങിയ വാനതൈ പോലെ പ്രേക്ഷക മനസ്സിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന വിജയകാന്ത് ചിത്രമാണ്. 250 ദിവസമാണ് ഈ ചിത്രം നിറസദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. സെന്തൂര പാണ്ടി, നരസിംഹ, രമണ, ചിന്ന ഗൗണ്ടർ, പേരരസ്, ഊമൈ വഴികൾ, എങ്കൽ അണ്ണ പോലെ തമിഴകം സ്വീകരിച്ച വിജയകാന്ത് ചിത്രങ്ങളുടെ നിര നീളുകയാണ്. തമിഴകത്തെ അടക്കി ഭരിച്ച ഒരു സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സൂപ്പർ താരമാണ് വിട വാങ്ങിയിരിക്കുന്നത്.